കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വൻ വികസന കുതിപ്പിന് വഴി തുറന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലും ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രിയും തമ്മിൽ ലയിക്കുന്നു. സഹകരണ വകുപ്പിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടുള്ള ഈ ലയനം കോഴിക്കോടിനെ ഒരു പ്രമുഖ മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ്. കോഴിക്കോട് ജില്ലാ സഹകരണ ഹോമിയോ ആശുപത്രിയും വേറൊന്ന് കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയാണ്. ഈ രണ്ട് ആശുപത്രികളിൽ ഒന്ന് എനിക്ക് ഹോമിയോ സഹകരണ ആശുപത്രി ഇത് 34ാമത്തെ വർഷമായിരുന്നു. 34ാമത് വർഷമാണ്. മറ്റേത് 54ആണ് അല്ലേ. ഇത്രയും ദീർഘകാലത്തെ പ്രവർത്തന അനുഭവ സമ്പത്തുള്ള ഈ രണ്ട് സഹകരണ സംഘങ്ങൾ ലയിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടി. ഇത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണ മേഖലയിൽ പുതിയ സ്ഥാപനം ആരംഭിക്കുന്നതിനുള്ളൊരു വഴിയാണ് ഇതുവഴി തുറന്നു കിട്ടുന്നത്. അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുകൾ ഉണ്ടാകുന്ന കോഴ്സുകളിൽ പലതും ഈ പാരാമെഡിക്കൽ നഴ്സിംഗ് മേഖലയിലെ കോഴ്സുകളാണ്. അത്തരം കോഴ്സുകൾ നടത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനമില്ല. അപ്പോൾ ഈ ഒരു ലയനം സാധ്യമാക്കുന്നത് ഇത്തരം കോഴ്സുകൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ MLA VKC മുഹമ്മദ് കോയ, ജില്ലാ സഹകരണ ആശുപത്രി CEO സന്തോഷ് കുമാർ, പ്രൊഫസർ അബ്ദുൽ ലത്തീഫ്, E ശശീന്ദ്രൻ, മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു.